ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. നമുക്ക് സിമ്പിളായിട്ട് ഒരു കോട്ടൺ കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ മെഷർമെൻറ്റിന് ഫുൾ ലെങ്ത്ത് വേണം. കുട്ടിയുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രോക്ക് എത്രയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രോക്കിൻ്റെ ലെങ്ത്ത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഷോൾഡറാണ് കേട്ടോ. ഒരു ഷോൾഡറിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് അവിടെ ഒരു ചെറിയ ബോൺ കാണും, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളതാണ്. ബോൺ നോക്കിയാൽ മതി. പിന്നെ ഇതാ ചെസ്റ്റ്, ഇതേപോലെ ചെസ്റ്റ് എടുക്കുക, വേസ്റ്റ് എടുക്കുക. വേസ്റ്റാണ് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മുകളിലത്തെ പാർട്ട് വരുന്നിടത്താണ് നമ്മൾ വേസ്റ്റിൻ്റെ അളവെടുക്കേണ്ടത്. പിന്നെ ഇതാ ആം ഹോള് വേണം. പിന്നെ നമുക്ക് സ്ലീവ് വേണമെങ്കിൽ സ്ലീവിൻ്റെ ഇവിടുന്ന് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത്, അവിടുത്തെ വണ്ണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് നെക്കാണ്. ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് വെച്ച് നോക്കുക. ഫ്രണ്ട് നെക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടത് അതേപോലെ ബാക്ക് നെക്ക്. ഓക്കെ, ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ കോട്ടൻ്റെ ഒരു ക്ലോത്താണ് എടുത്തേക്കുന്നത്. കോട്ട് സെറ്റിന് വേണ്ടി വാങ്ങിയൊരു ക്ലോത്താണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വന്നതാണ്. മെഷർമെൻറ്റ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് വേണ്ടത് 33 ആണ്. അപ്പോൾ 2 പാർട്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുകളിലത്തെ പാർട്ട് 9ഉം അതേപോലെ 33 9 പോയാൽ എത്രയാണ് 24ആണ് വേണ്ടത് താഴത്തെ പാർട്ട്. അപ്പോൾ 9 കിട്ടണമെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിടണം. അതാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂട്ടി എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി. ഓക്കെ, ചെസ്റ്റിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ് 6.25. അതേപോലെ വേസ്റ്റിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കും. ആം ഹോളിൻ്റെയും പകുതിയാണ് കേട്ടോ. ഇപ്പം ഞാൻ മുകളിലത്തെ പോർഷന് മാത്രം ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടോട്ടലി ഒരു 2 മീറ്റർ ക്ലോത്തൊക്കെ കാണുകയുള്ളൂ കേട്ടോ. 7 വയസ്സിൻ്റെ അളവിന് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ് ക്ലോത്തിനെ ജസ്റ്റ് ഒന്ന് 4ആയിട്ട് മടക്കിയിട്ടു. ഓക്കെ, ഈ സൈഡ് വെട്ട് വരുന്ന ഭാഗമാണ്. ആദ്യം ഷോൾഡർ 6.25 മാർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് താഴോട്ടൊരു 4.5 എല്ല് ഷേപ്പ് കൊടുത്തു. അവിടുന്ന് ചെസ്റ്റിൻ്റെ വണ്ണവും വേസ്റ്റിൻ്റെ വണ്ണം. ലെങ്ത്ത് നമുക്ക് വേണ്ടത് 9, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് 10.5 ഞാൻ വേസ്റ്റിൻ്റെ ലൈനും അവിടെ വേസ്റ്റിൻ്റെ വണ്ണവും തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുത്തു. 1/2 ഇഞ്ച് ഇതേപോലെ ഷോൾഡർ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്തു. ഇത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ക്ലോത്ത് ഉണ്ടെങ്കിൽ. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. തുണിയും ഞാൻ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. വെട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ തയ്യൽ തുമ്പ് വരുന്നിടത്ത്. ഇതേപോലെ ലൈനിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഒന്ന് കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയും ബാലൻസ് വന്ന ആ പാർട്ടിനെ ഞാൻ കറക്റ്റ് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടോട്ടൽ എനിക്ക് 24ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ തയ്യൽത്തും കൂടെ കൂട്ടി ഞാൻ 25ലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എത്രത്തോളം തുണി ഉണ്ടെങ്കിൽ അത് ഫ്രില്ലിട്ട് കൊടുക്കാൻ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ആദ്യം ആ ലൈനിങ്ങിനെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് 2.5 വീതിയും അതേപോലെ 4.5 ഇറക്കമാണ് ഞാൻ നെക്കിന് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലൊരു വി നെക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വൈഡ് ആക്കി കൊടുത്തതേ ഉള്ളൂ കേട്ടോ. വി നെക്കിനെ ഒന്ന് വൈഡ് ആക്കി കൊടുത്തു. വി നെക്ക് അതേപോലെ വെക്കുന്നവർക്ക് വെക്കാം. ബാക്ക് നെക്ക് സെൻറ്ററിൽ നിന്ന് 2.5 വീതിയും 3.5 ഇറക്കവും കൊടുത്തിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് കൊടുത്തതേ ഉള്ളൂ ബാക്കിൽ. ഓക്കെ, ബാക്ക്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത്, ചീത്ത ഭാഗമാണ്, നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലൈനിങ് ഇതേപോലെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നൊക്കെ കുത്തി ഒന്ന് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വരച്ച അതിലേ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുവാണേ. ബിഗിനേഴ്സിന് എളുപ്പമായിട്ടുള്ള രീതിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതാണ് ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നത് പോലും കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കണം. സ്റ്റിച്ചിൻ്റെ അവിടെ വരെ പോകണം, പക്ഷേ സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല കേട്ടോ. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് റൗണ്ടിന് നമുക്ക് തിരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുത്തിട്ട് ലൈനിങ്ങിനെ ഇതേപോലെ നീക്കി ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുത്തേ. നിർത്തി നിർത്തി സ്റ്റിച്ച് കൊടുത്താൽ മതി.
എന്നിട്ട് ഇതാ ഈ ലൈനിങ്ങിനെ അകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് എഡ്ജിലൂടെ, ആ നെക്കിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തു. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. നിർത്തിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതാ ഈ ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെയും കൂടെ എഡ്ജിലായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ അതവിടെ ഇരുന്നോളൂ കേട്ടോ, നീങ്ങിയൊന്നും പോകില്ല. ഇതേ രീതിയിൽ ഫ്രണ്ട് നെക്ക് കൂടെ ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തു. നല്ല ലോക്കിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ജോയിൻ ചെയ്തത്. 2 ഷോൾഡറും ഇതേ രീതിയിൽ. ഇതായിരിക്കും ബിഗിനേഴ്സിന് എളുപ്പമായിട്ടുള്ളൊരു രീതി. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത്, വീഡിയോസ് യൂസ്ഫുൾ ആകും ബിഗിനേഴ്സിന്. എന്നിട്ട് ഈ തയ്യൽ, ആ ബാക്ക് സൈഡിലെ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ, ബാക്കിൻ്റെ നെക്കിലേക്ക് വരുന്ന രീതിയിലൊന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ക്ലോത്തിനെ ഞാൻ കറക്റ്റ് ബാക്ക് സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു. നല്ല ഭാഗമാണ് അകത്ത് പോകുന്നത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് ഇട്ടെടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് നിവർത്തി വെക്കുക. എന്നിട്ട് നമ്മളൊരു സിബ് എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ ഒന്ന് സിബ് എപ്പോഴും ഒന്ന് തുറക്കുക അടയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ചീത്ത ഭാഗമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്, നല്ല ഭാഗം അകത്തേക്ക് ഫേസ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ. എന്നിട്ട് അതിനെ അടച്ചു വെച്ചു. ഓപ്പോസിറ്റ് സൈഡിലൂടെ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ ഇട്ടൊരു സ്റ്റിച്ച് ഉണ്ടാവും, അതിനെ ഒന്ന് പൊട്ടിച്ചു വിട്ടാൽ മതി. സെൻറ്ററിലൂടെ ഉള്ളൊരു സ്റ്റിച്ചാണത്. അതിനെ ഒന്ന് പൊട്ടിച്ചു വിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് സിബ് വെക്കാൻ പറ്റും കേട്ടോ. ഇത് ആർക്ക് വേണമെങ്കിലും പറ്റും. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഈ മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് സിബ് വെച്ച് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് സെറ്റായാൽ നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കാൻ പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തെടുക്കും. എന്നിട്ട് തുണിയെ ഞാൻ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടുന്ന് കുറച്ചൊന്ന് കയറ്റി ഒരു 4/2 ഒരു എല്ല് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് താഴ്ഭാഗത്ത് കറക്റ്റ് നമുക്ക് 9 വേണ്ടത്. ഇപ്പോൾ ഒരു 9.5 നമുക്ക് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യുക. അതേപോലെ വേസ്റ്റ് കൂടെ മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കുഴിച്ച് ഒന്ന് ആം ഹോളൂടെ ഡ്രോ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഓക്കെ, 2 സൈഡും ഇതേ രീതിയിൽ കറക്റ്റ് മെഷർമെൻറ്റിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഞാൻ ആ ആം ഹോളിൻ്റെ ആ സൈഡ് ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. അകത്തേക്ക് മടക്കി നിർത്തിയാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 3 ഇഞ്ച് വീതിയിൽ ഇതേപോലെ സ്ട്രൈറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവിൻ്റെ അവിടെ ചെറിയൊരു ഫെദർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് ജോയിൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ടോട്ടൽ ഒരു 30 ഇഞ്ച് നീളമൊക്കെ വരും കേട്ടോ. 3 ഇഞ്ച് വീതി 30 ഇഞ്ച് നീളം. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഒരു സൈഡൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചെറിയ ഫ്രില്ലിട്ട് എടുക്കുവാണ് കേട്ടോ. നമുക്ക് എത്രയാണോ ഫ്രില്ല് വേണ്ടത്, ഞാനിപ്പോൾ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴത്തേക്ക് 4 ഇഞ്ചും അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ 4 ഇഞ്ച്, അങ്ങനെ ടോട്ടലി എനിക്ക് 8 ഇഞ്ച് വീതിയാണ് കേട്ടോ വേണ്ടത്, നീളമാണ് വേണ്ടത്. അതനുസരിച്ച് ഞാൻ കറക്റ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് തുടങ്ങുമ്പോഴും തീരുമ്പോഴും ഒന്ന് ലോക്കിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇപ്പോൾ ഇട്ട ഫ്രില്ലിൻ്റെ മുകളിൽ കൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതേ രീതിയിൽ 2 സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 20 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലും 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഭാഗത്തേക്ക് മടക്കി ഒരു നമുക്ക് വള്ളി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അതാ ഒരു സൈഡിൽ നിന്ന് ക്രോസ് ആയിട്ട് വന്ന് താഴത്തേക്ക് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുനിന്ന് കുത്തി പൊക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കറക്റ്റ് ഒന്നുകൂടെ ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ്. എന്നിട്ട് ചെസ്റ്റിൻ്റെ അവിടുന്ന് വേസ്റ്റിൻ്റെ അവിടേക്ക് വരുന്ന ഭാഗത്താണ്, വേസ്റ്റിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ച് ഗ്യാപ്പിൽ മുകളിലാണ് കേട്ടോ ഇനിയും വള്ളി സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇപ്പം വേണ്ട തയ്യലിട്ട് കൊടുക്കുക. അതേപോലെ നമുക്ക് ലോക്കില്ലാത്തത് കൊണ്ട് ആ തുണിയെ ഒന്ന് ജസ്റ്റ് അകത്തേക്ക് മടക്കി വെച്ച് എഡ്ജിലൂടെ ഞാനൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ലോക്കിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ 3 ഇഞ്ച് വീതിയിലും അതേപോലെ ഒരു 14 ഇഞ്ച് നീളത്തിലും ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഫ്രില്ലിട്ട് കൊടുത്തില്ലേ സ്ലീവിൽ, അതേപോലെ ഒരു ക്ലോത്ത്. എന്നിട്ട് അതിൻ്റെ 2 എഡ്ജിലും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടോ. എന്നിട്ട് ഈ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഞാനത് ജസ്റ്റ് ഒരു ബെൽറ്റ് പോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലെയിനായി പോയി എന്നുള്ളൊരു പരാതി വേണ്ട. ഇങ്ങനെ സെയിം ക്ലോത്ത് ആണെങ്കിൽ ഇത് അത്ര വർക്കൗട്ട് ആവില്ല കേട്ടോ. സ്ലീവിൻ്റെ അവിടെ വർക്കൗട്ട് ആയാലും ഹിപ്പിൻ്റെ അവിടെ ഒന്നും വർക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം മാച്ചിങ് ഉള്ളൊരു ക്ലോത്ത് തപ്പി പിടിച്ചത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അതിൽ കറക്റ്റ് ഒന്ന് വെച്ച് തുന്നി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതാ ഓക്കെ. എന്നിട്ട് ഈ വേസ്റ്റിൻ്റെ ഭാഗം ഒന്നാളെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ നമ്മളൊരു ക്ലോത്ത് താഴ്ഭാഗത്തേക്ക് ഇടാനായിട്ട് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ക്ലോത്തിൽ ഇതേപോലെ ഞാൻ ബ്ലോക്സ് പ്ലീറ്റ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ടോട്ടലി ഒരു ഭാഗത്ത് 12 വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 13 ഇഞ്ചിൽ ഒരു ഇതേപോലെ ബോക്സ് പ്ലീറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം, ബോക്സ് പ്ലീറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഞാൻ 12 ഇഞ്ച് ഇട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 3 ബോക്സ് പ്ലീറ്റ് ആണ് കേട്ടോ കിട്ടാറ് 12 ഇഞ്ചിൽ. ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഇതേപോലെ 12 ചെയ്തെടുക്കുവാണേ. ഇതേ രീതിയിൽ ബാക്ക് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഞാനിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ആദ്യമേ ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ് ഇട്ടെടുത്താൽ ബെറ്റർ ആയിരിക്കും. എന്നാലും നമുക്ക് കറക്റ്റ് 3 പ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ മുകൾ ഭാഗത്തെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ കറക്റ്റ് ഞാൻ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ജോയിൻ ചെയ്താൽ നമ്മുടെ ചിലപ്പോൾ ബോക്സ് പ്ലീറ്റ് കറക്റ്റ് സെൻറ്ററിലൊന്നും വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്നേ ജോയിൻ ചെയ്ത് കൊടുത്താൽ ഓക്കെയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓപ്പണായ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് കറക്കി മൊത്തത്തിൽ ഡബിൾ സ്റ്റിച്ച് ഇട്ട് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. മൊത്തത്തിൽ പണി തീരും കേട്ടോ. ഞാൻ മുകളിൽ മാത്രമാണ് ലൈനിങ് ഇട്ട് കൊടുത്തത്, താഴെ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഔട്ട്ലുക്ക് കണ്ടാലോ? ബൈ. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ഒരു കോട്ടൻ്റെ ക്ലോത്ത് മേടിച്ചാലായിട്ട് ഇത് മീറ്റർ 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. കോട്ട് സെറ്റിൻ്റെ മെറ്റീരിയലാണ്, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു മീറ്റർ 1.5 മീറ്റർ ഒരു 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ 1.5 മീറ്റർ ധാരാളമായിരിക്കും. പിന്നെ ഇത് 7 വയസ്സിൻ്റെ അളവിനാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ടോട്ടലി 2 മീറ്റർ ഓളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്കത് കവർ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.